നമസ്കാരം. ആരോഗ്യവകുപ്പിലെ മുൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അജിത് PR ആണ് നമുക്കൊപ്പം ഇന്നുള്ളത്. സ്വാഗതം സർ. നമസ്കാരം സർ. മാവിലൊക്കെ കല്ലെറിഞ്ഞ് കൂട്ടം കൂടി നടന്ന കുട്ടികളാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത് എങ്കിൽ ഇന്ന് വാടാ കൊല്ലാന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത് അവർ പ്ലാൻ ചെയ്തൊരു സഹപാഠിയെ കൊല്ലുന്നു. നമ്മുടെ കുട്ടികളുടെ മാനസിക നില എങ്ങോട്ടേക്കാണ് സർ മാറുന്നത്? കുട്ടികളുടെ മാനസിക നിലയാണ് പൂർണ്ണമായിട്ടും മാറിയത്. കാര്യം പണ്ട് കൂട്ടുകുടുംബവും കുട്ടികളെ വളർത്താൻ ഒരുപാട് ആൾക്കാരും കുടുംബത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവധി വേണം, അച്ഛന് അവധി വേണം. ആ രീതിയിൽ ജനിപ്പിച്ച് വിട്ടിട്ട് അവന് മാക്സിമം സ്ക്രീൻ അഡിക്ഷനും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്ത് ഭക്ഷണം കഴിക്കണമെന്ന് സ്ക്രീൻ വേണം, കാർട്ടൂൺ കണ്ടേ അവൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെയായി അവൻ്റെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഒക്കെ പൂറായി പോയി. ഒരിക്കലും ഒരു മനുഷ്യത്വം അവനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അവനാണ് എന്തും ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. നമ്മൾ കാര്യം കാണേണ്ടത് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയിലാവുമ്പോൾ എല്ലാ ദിവസവും എല്ലാ കുട്ടികളും അവിടെ ഉണ്ടാവും, പലരുടെയും മക്കളുണ്ടാവും. അതിന് ചോദിക്കാനും പറയാനും കളിപ്പിക്കാനൊക്കെ ആളുകളുണ്ടാവും. ഇവിടെ ആരുമില്ല. ആകെ ഉള്ളത് TV, ലാപ്ടോപ്പ്, മൊബൈൽ. അത് കഴിച്ച് അമ്മ പറയും, മോനെ നീ ഫോൺ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറയും. അങ്ങനെ ആകുമ്പോൾ ഇവർക്കൊരു വിർച്വൽ ആർട്ടിസം വരും. കാര്യം സാമൂഹ്യ ബോധം ഇല്ലാതെ വരിക. അങ്ങനെ വരുമ്പോൾ ഒരു വൈകാരിക ബന്ധം ഒന്നിനും ഉണ്ടാവില്ല. ഈ ഗെയിം കളിക്കുമ്പോഴാണ് കൊല്ലെന്ന് പറഞ്ഞാൽ കൊല്ലും. അത് കൊന്നേ പറ്റൂ. അവൻ്റെ ഉത്തരവാദിത്തം അതാണ്. ആ രീതിയിലുള്ള ഗെയിം കളിക്കുന്നുണ്ട്. ഒരിക്കലും ഈ കോവിഡ് സമയത്ത് പോലും എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ രാത്രി 2 മണി മുതൽ ഇതാണ് മറ്റേ ഒരു ഗെയിം. അപ്പോൾ ഈ കുട്ടി ക്രിമിനലുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റേണ്ടി വരുമല്ലേ നമ്മൾ? അല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് 100% മാറ്റേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയേൻ്റെ പല കണ്ടൻറ്റും ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സോങ്സ് ഉണ്ട്. അതേ കാണിച്ചു കൊടുത്തും ആ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടെ ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. ഇതെല്ലാം കുട്ടികൾ എപ്പോഴും അഗ്രസീവ് റോളിലാണ് പോകുന്നത്. അഗ്രസീവ്. കാര്യം പേരൻസിനെ അഗ്രസീവാണ്. കാര്യം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മാരേജ് എന്ന് പറയുന്നതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അബദ്ധങ്ങൾ മനസ്സിലാവുന്നത്. അതെല്ലാം കാണിക്കുന്നതെല്ലാം ഡിസ്ചാർജ് ചെയ്യുന്നതെല്ലാം കുട്ടികളടുത്താണ്. ഇത് കുട്ടികൾ ഡിസ്ചാർജ് ചെയ്യുന്നത് മീഡിയയിൽ കൂടെയാണ്. നാം മറ്റ് ഏത് അസുഖത്തിനും സിംറ്റംസ് നോക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കും. അങ്ങനെ ഒരു സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു രോഗത്തിന് ആ ഡോക്ടറെ പോയി കാണുന്നത്. ഈ മനസ്സിന് അസുഖം വന്നാൽ നമ്മൾ എങ്ങനെയാണ് സർ ആദ്യഘട്ടത്തിൽ തന്നെ? അല്ല, അതായത് ഒരു കാലത്ത് കൊറോണ സമയത്ത് അച്ഛനും മോനും സംസാരിക്കുന്നില്ലെന്ന് കരുതി അച്ഛൻ മോൻ്റെ ഫോൺ എടുത്ത് പൊട്ടിച്ചു. നീ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ചെയ്തെന്താണ്, അച്ഛൻ്റെ ഫോൺ അടിച്ച് പൊട്ടിച്ചു. ഇപ്പോൾ നോക്കുന്ന അമ്മ വിചാരിച്ചു എനിക്കിനി ഫോൺ വേണ്ടെന്ന് വിചാരിച്ചു. ഫോൺ ഇല്ലാതായ സമയത്ത് ആ വീട്ടിൽ കുറച്ചും കൂടെ ഐശ്വര്യം വന്നു എന്നാണ് പറയുന്നത്. മിണ്ടാനും പറയാനും സംസാരിക്കുന്ന ആളുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ എന്നെ ഒന്ന് കണ്ടു ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തു. പക്ഷേ എപ്പോഴും സ്വാഭാവികമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ അച്ഛൻ, അമ്മ, മക്കൾ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കുടുംബജീവിതത്തിലില്ല. എല്ലാവരും ഇപ്പം ഭാര്യ വന്നാൽ പറയും ചേട്ടാ വൈഫൈ ഓൺ ചെയ്ത് ഞാൻ അകത്ത് പോവുകയാണ്. ഭർത്താവ് പറയും വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അകത്ത് പോവുകയാണ്. മക്കളും പറയുന്നു. ഇവരൊന്നിച്ച് കാണുന്നില്ല, ഒന്നിച്ച് സംസാരിക്കുന്നില്ല. വഴക്കുണ്ടാക്കാൻ മാത്രമേ അവർ കാണുള്ളൂ. അതാണ് അതിൽ വരുന്ന രഹസ്യം. അങ്ങനെ ഒരു സോഷ്യൽ സ്പിയറാണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ മാരേജിൽ ഉണ്ടാകുന്നത്. കാര്യം ഫ്ലാറ്റ് ലൈഫായി, ബന്ധുക്കളില്ല. ഒരു ബന്ധുവിനെ ആരും കാണാൻ പോകുന്നില്ലല്ലോ ഇപ്പോൾ. ബന്ധുക്കൾ മരിച്ചാൽ പോകും, ഗ്രാൻഡായിട്ട് പോകും. ബന്ധുക്കൾ മരിക്കും മുമ്പ് ആരും കാണാറില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയെ പോയി മാസത്തേക്ക് കാണാൻ പറയും. പക്ഷേ കത്തി എന്നാണ് പറയുന്നത്. എങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കാൻ പറയും. അതാണ് കുറച്ചും കൂടെ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നതാണ്. കാര്യം പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ സ്കില്ല് വളരെ കുറവാണ്. സോഷ്യൽ സ്കിൽസ് കുറയുമ്പോഴാണ് അഗ്രസീവ്നെസ് കൂടുന്നത്, അടിക്കാൻ തോന്നുന്നത്. മറ്റേ കൂട്ടുകൂടി കമ്പനി അടിച്ച് അളിയ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹം വരും. അതില്ല.
പിന്നെ സിദ്ധാർത്ഥിൻ്റെ കേസായാലും അങ്ങനെയായിരുന്നു. കൊല്ലുക എന്ന് പറയുന്നൊരു തീവ്രമായൊരു എന്താ പറയുന്നത് അഗ്രസീവ് ബിഹേവിയർ. അതായത് നമ്മുടെ താനറ്റോസ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ താനറ്റോസ് ഉണ്ടാവും. താനറ്റോസ് എന്ന് വെച്ചാൽ അഗ്രസീവ് എനർജിയാണ്, അഗ്രസീവ് എനർജി. അത് ഒരാളുടെ ഓടിയാൽ കുറയും, അത് കളിച്ചാൽ കുറയും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അഗ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റ് നിന്ന് കഴിഞ്ഞാൽ ആരോട് ഇപ്പോൾ തന്നെ മുതിർന്നവരോട് സംസാരിക്കുന്നത് പോലും മാന്യമല്ലാത്ത രീതിയിലാണ്. പലപ്പോഴും ഞാൻ തന്നെ വണ്ടി ഓടിച്ച് വരുമ്പോൾ കൈ കാണിച്ച് തിരിഞ്ഞില്ല എങ്കിൽ പോലും എൻ്റെ മുഖത്തോക്ക് വിളിക്കുന്ന ചീത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളോട് പോലും പറയാൻ പറ്റില്ല. അത്ര അഗ്രഷനാണ് ഈ പിള്ളേർക്കെല്ലാം. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ അഗ്രഷൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും നാം ഇങ്ങനെ എതിർത്ത്, അതിപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിലൊരു കുട്ടിയെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ വ്യത്യാസമില്ല. അപ്പോൾ ഈ അഗ്രഷൻ കാണിക്കുക അല്ലെങ്കിൽ ഒരു എതിർപ്പ് കാണിക്കുക എന്നതിലുപരി ഒരു ഡോക്ടറുടെ സേവനം വേണം എന്ന് ഏത് ഘട്ടത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഞാൻ പലപ്പോഴും ഈ മാതാപിതാക്കൾ ഫാമിലി പ്രശ്നമായിട്ട് വരാറുണ്ടെങ്കിലും മക്കൾ ചോദിക്കും, മൂത്തമ്മൻ കുഴപ്പമില്ല സാർ, അവൻ എപ്പോഴും മുറി അടച്ചാണ് ഇരിക്കുന്നത്, മോളും വേറെ മുറി അടച്ചിരിക്കും. ഞാൻ അവരെയാണ് കൊണ്ട് കാണിക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞൊന്നുമില്ല. അവർ കുറച്ചും കൂടി സാമൂഹ്യ ബോധം ഉണ്ടാവണം, സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കണം എന്ന് വേണം. പല കുട്ടികൾ ഇപ്പം വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ പോലും അച്ഛനില്ല എന്ന് പറയാൻ പോലും ആരും മുമ്പോട്ട് പോകുന്നില്ല. നോബഡി ഹാസ് ഐ ടു കോണ്ടാക്റ്റ് ഇല്ല, ചിരിക്കാറില്ല, എല്ലാം ഇങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും അപ്പുറത്ത് ആരുണ്ടെന്ന് അറിയണതെല്ലാം മൊബൈലിൽ കൂടെയാണ്. അങ്ങനെ 2 കല്യാണം കഴിച്ചതാണ്. ഓ ശരി ശരി ശരി. ഒരു വിധത്തിൽ മിണ്ടാനോ പറയാനോ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഹാസ് ടു സ്പീക്ക് ഔട്ട്, സംസാരിക്കണം, കാര്യങ്ങൾ അവതരിപ്പിക്കണം. കാര്യം എൻ്റെ വിഷമം ഞാൻ വിഷമത്തോട് പറയുമ്പോൾ മാത്രമേ എൻ്റെ വിഷമം നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സമാധാനം വരുള്ളൂ. ആരോടും പറയാനില്ല, എല്ലാം കേൾക്കുന്നത് ഞാനാണ്. അന്ന് വിഷമം പറയുന്നു, കരയുന്നു, ഞാൻ ആവശ്യം പോലെ കരഞ്ഞോളാൻ പറയും. കരഞ്ഞ് തീരുമാനം ഒരു സമാധാനമായി. ഭർത്താവ് കേൾക്കുന്നില്ല, മക്കൾ കേൾക്കുന്നില്ല. ഈ ഒരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഇനിയൊരു സമൂഹം ഉണ്ടായി വരുമ്പോൾ പോലും റിച്ച് സോഷ്യലൈസേഷൻ ഉണ്ടാവില്ല. ക്രൈംസും ക്രിമിനൽ ബിഹേവിയർ മാത്രമേ കാണൂ. എനിക്ക് തോന്നുന്നു ഈ മികച്ച ഒരു ലിസണർ ആവുക എന്നത് തന്നെയാണെന്ന് തോന്നുന്നല്ലേ ലിസണിങ് സ്കിൽ. ഏറ്റവും തലയാട്ടി കേൾക്കുക. ആരും കേൾക്കാനില്ല. ഇപ്പം കൗമാരക്കാരിയായ മകൾ പറയും, അമ്മയെ ഞാൻ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട്, നീ പറഞ്ഞുകൊണ്ടേ ഇരി, ഞാൻ കേട്ടുകൊണ്ടേ ഇരിക്കാം. അതല്ല, ഒരാൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന ഭാവവും വിഷയവും അതുപോലെ പറയൂ എന്ന് പറയുമ്പോൾ കേട്ട് കൊടുക്കുമ്പോഴുള്ള സുഖം വേറെയാണ്. അതിൽ പലരും കൗൺസിലിംഗ് വരുന്നത് നമ്മൾ ചുമ്മാ കേൾക്കാതിരിക്കുകയില്ലേ. ഈ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കൗൺസിലിംഗ് എന്നതിലുപരി മെഡിസിൻസ് അങ്ങനെ എടുക്കേണ്ടി വരും സർ? മെഡിസിന് ആവശ്യമേ ഇല്ല. കാര്യം ഒരാളുടെ പ്രയാസങ്ങൾ കേട്ടാൽ തന്നെ പകുതി അസുഖം മാറും. ഈ സൈക്കാട്രിക് കേസിന് മെഡിസിൻ കൊടുക്കേണ്ടി വരും. സൈക്കാട്രിക് കേസ് കാര്യം ഇപ്പം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ആയാലും ശരി, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആയാലും ശരി, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്, അവരുടെ തൊഴിൽ എന്തുകൊണ്ടാണ് ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ ആ തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ അവർ പറയുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തിൽ തൊഴിലിടങ്ങളിലെ മാനസിക പ്രശ്നങ്ങളായിരുന്നു. ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയത് റൈസ് കോളേജിലായിരുന്നു. തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. ഏറ്റവും കുറച്ച് പ്രശ്നങ്ങളുള്ളത് അധ്യാപകർക്കാണ്. കാര്യം അവർ ഒച്ച വെച്ച് സംസാരിക്കുന്നത് കൊണ്ട് അവരുടെ പ്രശ്നം കുറവാണ്. ഏറ്റവും കൂടുതലുള്ളത് പോലീസുകാർക്ക്, മനഃശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത് വീട്ടിൽ വന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഉള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ മനപ്രയാസം കുറയും. പക്ഷെ അത് കേൾക്കാൻ തയ്യാറില്ല. എൻ്റെ മക്കളും ആരും തയ്യാറാവില്ല. ഇതൊന്ന് കേട്ടിട്ട് വയ്യെന്നാണ് പറയുന്നത്. അപ്പോൾ ഷെയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രധാനം. സാധാരണ എനിക്ക് തോന്നുന്നു അത് മാറി വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിയാലും ഒരു സൈക്കോളജിസ്റ്റിന് സേവനം വേണമെന്ന് അവർക്കറിയാം. ആരെങ്കിലും ഒന്ന് പോയി കാണണം. പക്ഷേ ഇതാരെങ്കിലും അറിയുമോ? ഇത് രഹസ്യമായിട്ട് ചെയ്യണം. ഇതൊക്കെയാണ് എല്ലാവരും നേരിടുന്നത്. സ്റ്റിഗ്മ പണ്ടുണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ അത്ര സ്റ്റിഗ്മ ഇല്ല. കാര്യം ഈവൻ വിവാഹങ്ങൾ നടക്കുമ്പോൾ പോലും സൈക്കോളജിസ്റ്റ് അവരുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ച് പറയാൻ മടിക്കല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഫാമിലിയാണ് ഇപ്പം കൂടുതൽ കാണുന്നത്.
ഇപ്പോൾ പൊതുവേ കേൾക്കുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ ഇല്ലാത്തവരില്ലെന്നാണ് പറയുന്നത്. ഡിപ്രഷൻ ഞാൻ പറയും, എൻ്റെ ഫ്രണ്ട് പറയും, എല്ലാവരും പറയും. അത് ഒരു ചികിത്സ തേടേണ്ട ഒരു വിഷയം തന്നെയാണ് സർ. ഡിപ്രഷൻ എന്ന് വെച്ചാൽ കോമൺ കോൾഡ് ഇൻ സൈക്കാട്രി എന്ന് പറയും. ബസ് കിട്ടിയില്ലെങ്കിൽ വിഷമം അടിക്കും, കുട ഉള്ളപ്പോൾ മഴ പെയ്യൂല, മഴ പെയ്യുമ്പോൾ കുടയില്ല, ഇതൊക്കെ ഡിപ്രഷനാണ്. കാര്യം ഡിപ്രഷൻ അടിക്കുക ഈസിയാണ് ഇപ്പം. അതുപോലെ ആത്മഹത്യ ചെയ്യാൻ, എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് കരുതി ആത്മഹത്യ ചെയ്യുകയോ മറ്റുള്ളവരെ കൊല്ലുകയോ ചെയ്യുന്നതൊക്കെ ആ ഡിപ്രഷൻ്റെ ഭാഗമാണ്. പക്ഷേ ഡിപ്രഷന് ഇപ്പം നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നല്ല കൗൺസിലിംഗ് ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ മാറുന്ന രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് ഇപ്പോൾ ഈ ഉറക്കക്കുറവ് ഇതെല്ലാം തന്നെ ഈ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളല്ലേ? ഉറക്കക്കുറവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വായിക്കുന്ന ചില ലേഖനങ്ങൾ, ഇന്ന് ഉറക്കം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വായിച്ച് അവർക്ക് അന്ന് ഉറക്കം വരില്ല. ഇത് പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണ്, അച്ചടി മാധ്യമങ്ങളാണ്. എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ രാത്രി ഉറങ്ങിയില്ല എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കം ഒഴിഞ്ഞിരിക്ക്, സെക്കൻഡ് സൂചി നോക്കിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കാൻ പറയും. ചിലർ വിളിക്കും, ഞാൻ മരിക്കാൻ പോവുകയാണ് സാറേ, സാറിനോട് അഭിപ്രായം പറഞ്ഞിട്ട് മരിക്കുക, ഞാൻ ഇന്ന് മരിക്ക്, നാളെ രാവിലെ ഒന്ന് കണ്ടാതെന്ന് പറയും. അപ്പോൾ മരിച്ചവനെ എങ്ങനെ കാണാൻ പറ്റും? ആ രീതിയിൽ ചിന്തകളെ മാറ്റിയെടുക്കുമ്പോഴാണ് ഇതെല്ലാം ബിഹേവിയർ തെറാപ്പിയാണ്. അങ്ങനെ പറയാറുണ്ട്. പലരും പറയാറുണ്ട്, ഒന്ന് മരിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ സമാധാനം കിട്ടുമെന്നാണ്. അത്രയ്ക്ക് വലിയ ലോകമാണ് ഉള്ളതെന്ന് പറയും. ഈ മേഖലയിലെ വെറ്ററനാണ് സാർ. 40 വർഷത്തെ സർവീസ് ഉണ്ട് അദ്ദേഹത്തിന്. സാറിന് എത്ര ചികിത്സിച്ചിട്ടും അല്ലെങ്കിൽ എത്ര സംസാരിച്ചിട്ടും ശരിയാവുന്നില്ല, സാറിൻ്റെ തല പുകഞ്ഞു പോയ സിറ്റുവേഷൻസ് ഉണ്ടോ? അത് ചില ഫാമിലി കേസാണ്. ഗ്രൂപ്പ് ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് പിരിയാൻ നിൽക്കുന്ന പയ്യൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കാണും, പിരിയാൻ നിൽക്കുന്ന പെണ്ണിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കാണും. ഇവരുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നത് നിയമസഭ നിൽക്കും പോലെയാണ്. എങ്കിലും ഒതുക്കിയെടുത്ത് ചർച്ച അതാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ് ഫാമിലി കൗൺസിലാണ് ഏറ്റവും വലിയ ടഫ്. ഞാനിപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് കേസ് എടുക്കുന്നില്ല. ഒരിക്കൽ മനസ്സിൻ്റെ താളം തെറ്റിയാൽ പിന്നെ അവനൊരു ഭ്രാന്തനാണ് എന്ന് മുദ്ര കുത്തുന്ന ഒരു പരിപാടി ഇപ്പം ഇല്ല, എങ്കിലും പണ്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഒരിക്കൽ മനസ്സിൻ്റെ താളം തെറ്റിയാൽ അത് പിന്നീടും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് സർ. മനസ്സിന് താളം തെറ്റിയാൽ തിരിച്ചു വരാൻ കഴിയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബൗദ്ധിക ശേഷി, ചിന്താധാര, സോഷ്യൽ സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ കഴിയും. അവഗണിച്ച് കഴിഞ്ഞാൽ ആരും തന്നെ നോർമലാവില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ സ്റ്റിഗ്മയുണ്ട്, അവന് വട്ട് കേസ്, ഇവനെ കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മൾ ഒരു സപ്പോർട്ടും കൊടുക്കാറില്ല. പക്ഷേ എൻ്റെ PhD തീസിസിൻ്റെ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങാണ്. സമൂഹത്തിനെ അവഗണിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ മുൻനിരയിൽ കൊണ്ടുവന്ന് ജോലി കൊടുത്ത് ഭക്ഷണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതാണ് അത് വേണ്ടത്. അപ്പോൾ നമുക്കൊരു പലപ്പോഴും പറയാനുണ്ട്, ചികിത്സാ സഹായം വേണം, രക്ഷിക്കണം. പക്ഷേ ഒരു മാനസിക രോഗിക്ക് ഒരു ചികിത്സാ സഹായം ആരും തരില്ല. ഈവൻ മാനസിക കേന്ദ്രത്തിൽ പോലും ഒരു സ്പോൺസർ ചെയ്യാൻ വരില്ലല്ലോ. കാരണം അവിടെ സ്പോൺസറിന് പേര് കിട്ടില്ല. അതൊക്കെ വലിയ വിഷമമുണ്ട്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എനിക്കറിയാം എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്, പക്ഷേ എൻ്റെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായമില്ല. സാറ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു റിസ്ക് മൊത്തം ഏറ്റെടുത്തുകൊണ്ട് ചികിത്സിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അല്ല, ഇന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, സാറേ എനിക്ക് ജീവിക്കാൻ വയ്യ, ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട്, അതിനും സാഹചര്യങ്ങളില്ല. ഞാൻ അതിനെല്ലാം മെസ്സേജ് അയക്കും, ഞാനുണ്ട്, സംസാരിച്ചോളൂ, കാര്യങ്ങൾ പറഞ്ഞോളൂ. കാര്യം ഒരു ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. തിരിച്ചത് സംസാരിച്ചപ്പോൾ നാളെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുകയാണത്. കാര്യം ഞാൻ അത്രയൊരു ഓപ്പൺനെസ് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യങ്ങൾ കേൾക്കാൻ ആർക്കും ഇല്ല. ഒരുപാട് ആപ്പുകൾ വരുന്നുണ്ട്, അരികെ സംസാരിക്കും. അതൊക്കെ വഴിതെറ്റി പോകുന്ന കാര്യങ്ങളാണ്. അച്ഛൻ സംസാരിക്കാൻ സമയമില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ സമയമില്ല, മക്കൾക്ക് സംസാരിക്കാൻ സമയമില്ല. എന്തെങ്കിലും പറയാനുണ്ട്, എനിക്ക് വായിക്കാനുണ്ട്, എനിക്ക് എഴുതാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ മനുഷ്യൻ്റെ ബേസിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാമെന്നാണ്, ചിരിക്കുക, പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് വരുമ്പം 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് വരുമ്പം ബുക്ക് എടുത്ത് എറിഞ്ഞിട്ട് ഓടുകയാണ് കളിക്കാൻ. കളിച്ച് നീന്തി
നുണകൾ പറഞ്ഞ് കളിയാക്കി ജീവിക്കുമ്പോൾ ഒരു സുഖം അത് വേറെയാണ്. അത് കഴിഞ്ഞിട്ട് വന്നേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും മറ്റേ നമ്മൾ ഇട്ടിരിക്കുന്ന ID കാർഡ് പോലെ മുഖമാച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ എന്ത് പറയുന്നതിന് സ്കാൻ ചെയ്ത് വയ്ക്കുന്നത് പോലത്തെ മുഖവും ഞാൻ റിസർവ് ബാങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പറയാറുണ്ട്, എല്ലാവരും ഇങ്ങനെ ഇരിക്കും, ശരിക്കും പോലുമില്ല. അപ്പം മുഖം നോക്കുമ്പോൾ പോലെയാണ് ID കാർഡും രണ്ടും ഒരുപോലെ ഇരിക്കും. ചിരിക്കും, സംസാരിക്കും, ശരിയാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മാനസിക വൈകല്യം വരാനുള്ള സാധ്യത കൂടുതൽ. സർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അവിടുത്തെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത്. പക്ഷെ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം, അതും മറ്റുള്ളവരുടെ കൊലപാതകങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ സ്വന്തം ഉമ്മയുടെ കൂടപ്പിറപ്പിനെയൊക്കെ ഇത്ര ഭയാനകമായ രീതിയിൽ കൊലപ്പെടുത്താൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് സാധിക്കും? അഫാൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഊളംപാറയുള്ള സമയത്ത് നമ്മുടെ എൻ്റെ മാത്സ് സാറിൻ്റെ ചെറുമോൻ നവീൻ, എന്താ പേര്, അയാൾ അസ്ട്ര എനർജി എന്നും പറഞ്ഞ് അമ്മയും കൊന്നു, അച്ഛനെയും കൊന്നു, സൗകര്യമെല്ലാം കേതർ. പുള്ളിക്ക് മാനസിക രോഗിയാണെന്ന് ഞാനാണത് മുദ്രകുത്തിയത്. ഞാൻ ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തിരുന്നു. സാധാരണ നിലയിൽ അത് അയാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ അഫാൻ്റെ കേസിൽ 100% മാനസിക രോഗിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, 100% മാനസിക രോഗി അല്ലേ എന്ന് ചോദിച്ചാലും അല്ല. ആ രീതിയിലാണ് പുള്ളിയുടെ രീതികൾ. പുള്ളി MDMA ഉപയോഗിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നുണ്ട്. പുള്ളിക്ക് കടം വീട്ടണം എന്നൊരു ടാർഗറ്റാണ് പൊതുവെ ഉള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നവരെല്ലാം മാനസിക രോഗിയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. മാനസിക രോഗിക്ക് ഒരു പരിമിതി. പക്ഷേ ഒരു മാനസിക രോഗിക്ക് ആരെയും കൊല്ലില്ല, അവൻ്റെ ലോകത്ത് തിരിഞ്ഞു നിൽക്കും. പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലക്ഷ്യമാണ് വലുത്, ആര് മരിക്കുന്നു എന്നുള്ളതല്ല. ഞാനത് ഉമ്മൂമ്മയുടെ പൈസയിൽ നിന്ന് അയാൾ 40,000 കടം വീട്ടി. അതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഹി നീഡ്സ് പണിഷ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. അല്ല നമുക്കൊരു മാനസിക രോഗിയെ ചിത്രീകരിച്ച് ഒരു ആനുകൂല്യം മാറ്റി കൊടുക്കാൻ പറ്റില്ല. കുട്ടിക്കാലത്തെ മാനസികാരോഗ്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഈ മാതാപിതാക്കളുടെ പങ്ക് പങ്കിനേക്കാൾ കൂടുതൽ ഗ്രാൻഡ് പാരൻറ്റിംഗ് ആണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. ഗ്രാൻഡ് പാരൻറ്റിങ്, പേരൻസ് ആർ ബിസി വിത്ത് ദർ വർക്ക്. ഗ്രാൻഡ് പാരൻറ്റിംഗ് എന്ന് വെച്ചാൽ കൊച്ചിനെ ശിക്ഷിക്കില്ല, കൊച്ചിനെ കരയിപ്പിക്കില്ല, കൊച്ചിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല, കൊച്ചിനെ എപ്പോഴും സന്തോഷവാനാക്കി ഇരിക്കാൻ ശ്രമിക്കുന്നതാണ് ഗ്രാൻഡ് പാരൻറ്റിങ്. പക്ഷേ ഇവൻ മൂത്രമൊഴിക്കുന്നില്ല, നടക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഗ്രാൻഡ് പാരൻസ് ക്രിട്ടിസൈസ് ചെയ്യും. അത്രയും നാൾ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം 13-14 വയസ്സായി കഴിയുമ്പോൾ ഇവൻ എന്താ പുറത്തു പോകാത്ത, ഇവൻ എന്താ സൈക്കിൾ വിട്ടാത്ത ചോദിക്കുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. മാതാപിതാക്കൾ പൂർണ്ണമായും പേരൻസിനെ കൂടുതൽ ആശ്രയിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഗ്രാൻഡ് പാരൻറ്റിങ് ഒഴിവാക്കാറുണ്ട്. പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് എങ്ങനെ കുട്ടിയെ വളർത്തണം എന്ന് അറിഞ്ഞൂടെ. പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ ഓരോരുത്തരും ഓരോ തലത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ അമ്മയും അച്ഛനും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത കല്യാണം കഴിക്കുന്ന മോളാണ്. മോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കുന്നത്. അപ്പോൾ അച്ഛനും മറന്നുപോകും, അമ്മയും മറന്നുപോകും എങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് ഒരു ബുക്ക് വാങ്ങിക്കാൻ പോകും, ഹൗ ടു ബി എ ഗുഡ് പാരൻറ്റ്. ആദ്യം വാങ്ങിക്കുന്നത് ഗ്രാൻഡ് പാരൻസാണ്, കുട്ടിയെ എങ്ങനെ വളർത്തണം. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷമാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ കൂട്ടുകുടുംബത്തിലും 1-2 തൊട്ടിലേക്കാണ്. പല ആളുകൾക്കുള്ള സൈസുള്ള ഡ്രസ്സ് കാണും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഡ്രസ്സ് പോലും ഇല്ല. കുട്ടിയെ കൊണ്ടു നടക്കുന്ന ആളുകൾ കാണും, തറ വയ്ക്കാൻ ആളില്ലെന്നല്ലേ പറയുന്നത് പണ്ട്. ഇപ്പം ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്മ പോലും അമ്മൂമ്മമാരെ കൊടുക്കില്ലെന്നാണ് പറയുന്നത്. ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയും അവസാനം എൻ്റെ അടുത്ത് കൊണ്ടുവരും, സാറേ കൊച്ച് നടക്കുന്നില്ല. ഞാൻ തറ വെച്ചാലേ നടക്കാൻ പറ്റുള്ളൂ. അതാണ് ഓവർ പ്രൊട്ടക്റ്റിങ്. അതും മാനസികാരോഗ്യ പ്രശ്നമുണ്ട്.
ഈ ഏത് പ്രായത്തിലുള്ളവരാണ് കൂടുതലായിട്ട് ഈ മാനസിക പ്രശ്നങ്ങളുമായിട്ട് സാറിനെ സമീപിക്കുന്നത്? അതായത് നമ്മൾ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ ഏന സ്റ്റേജ്, ഓവർ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഇങ്ങനെ പല സ്റ്റേജിൽ കുട്ടി കടന്നു വരണം. ഓരോ കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ ആ പ്രായത്തിൻ്റെ ഭാഗമായി ചെയ്ത് തീർക്കണം. 1 വയസ്സായ കുട്ടി നടക്കണം. നടക്കുന്നതിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യണം, ചിരിക്കണം, ആളെടുത്ത് കറങ്ങി. പിള്ളേരെ കണ്ടിട്ടില്ല, നമ്മൾ അറ്റൻഷൻ വാങ്ങിക്കുന്നുണ്ടില്ല. ആ രീതിയിലെല്ലാം കുട്ടികളെ ആളുകളോട് ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നോർമൽ ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം പിള്ളേർ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുകയാണ്, ആരുടെ ഇടങ്ങുന്നില്ല. അത് കൂടുതൽ മനുഷ്യത്വപരമായ രീതിയിൽ ആളുകളുമായി സഹകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ തന്നെ പല സ്കൂളിലും പോയി പറയാറുണ്ട്, LKG UKG പിള്ളേരുടെ അടുത്ത് ലെറ്റസ് സോഷ്യലൈസ്, ഒന്നും പഠിക്കണ്ട, അടി കൂടും, ചിരിക്ക്, കളിക്ക്, അങ്ങനെ ആകുമ്പോൾ രസം തോന്നും. മറ്റേ അടി കൂടാതെയും കളിക്കാതെയും ചിരിക്കാതെയും പഠിക്കുന്ന പിള്ളേരാണ് അവസാനം വെടിവയ്ക്കുന്നത്. സർ, ഇന്നത്തെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ അതിനുള്ള പ്രാധാന്യം നൽകുന്നുണ്ടോ സർ? തീർച്ചയായിട്ടും ഇല്ല. വിദ്യാഭ്യാസം വെറും വിദ്യാഭ്യാസമായിട്ട് മാറുകയും, കാര്യം വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ മാനസികവും സാമൂഹികമായ ആളായി മാറി. ഇപ്പോൾ എല്ലാവരും കണ്ടൻറ്റ് പഠിക്കുക, കണ്ടൻറ്റ് ഉൾക്കൊള്ളുക, അത് റിട്രീവ് ചെയ്യുക, പരീക്ഷ എഴുതുക എന്നുള്ള നിലയിൽ മാറുമ്പോൾ സാമൂഹ്യ ബന്ധവും സൗഹൃദ ബന്ധവും ഒന്നും ഇപ്പം നിൽക്കുന്നില്ല. കാര്യം അതിന് കാരണം സോഷ്യൽ മീഡിയയാണ്. പണ്ടൊക്കെ നമ്മൾ കമ്പനി അടിക്കുക എന്ന് പറയുന്നത് വൈകുന്നേരം കാത്തിരിക്കും എല്ലാവരും വരാൻ വേണ്ടി. ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ എത്തും. അതുകൊണ്ട് മാത്രമാണ് സാമൂഹ്യ ബന്ധം വളരെ കുറഞ്ഞു വരുന്നത്. അത് മനുഷ്യൻ്റെ ഇതിപ്പോൾ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാവുമെന്ന് സംശയമാണ്. എല്ലാ കാര്യവും മനുഷ്യന് പറഞ്ഞു തരും. കൂടുതൽ അല്ലേ നമ്മൾ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ, സോഷ്യലൈസ് ചെയ്യട്ടെ, ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അല്ലേ നമ്മൾ മനുഷ്യന്മാരുമായിട്ട് ഇടപെടട്ടെ. താങ്ക് യു സർ. വെൽക്കം.